എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് വെട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഡിസ്പോസ് ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഇത് ഈ മേഖലയിൽ. പക്ഷെ അന്ന് എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് അനുഭവം പോട്ടെ. ഹായ് ഫ്രണ്ട്സ്, പാമ്പ് എന്ന് കേട്ടാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും ഒരു പേടിയാണ്. എന്നാൽ ഒരു പരിധിവരെ മലയാളികൾക്ക് പാമ്പിനെക്കുറിച്ച് അറിയാനും അതുപോലെ തന്നെ ആ പേടികൾ മാറ്റാനും ഒരു പരിധിവരെ ഒരു പങ്കുവഹിച്ച ഒരു മനുഷ്യനാണ് വാവാ സുരേഷ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്ര ആയിരക്കണക്കിന് പാമ്പുകളെയാണ് അദ്ദേഹം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലായി പിടിച്ചിട്ട് അതിനെ കാട്ടിലേക്ക് കൊണ്ട് വിട്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ആർഭാടപരമായ ജീവിതമാണ് എന്നൊക്കെയാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് ആർക്കും കണ്ണീർ ഒഴുക്കാതെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അത്രക്കും സങ്കടകരമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നൂറുകണക്കിന് പ്രാവശ്യം ഈ പാമ്പിൻ്റെ കയ്യിൽ നിന്ന് കടിയേറ്റിട്ട് എമർജൻസി ആയിട്ട് മരണക്കിടക്കയിൽ പോലും അദ്ദേഹം ജീവിതവുമായി മല്ലിട്ട് കിടക്കുന്നതും നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അതിനുശേഷവും ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം ഇപ്പോഴും പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കായിട്ടും അദ്ദേഹം ഓടി നടക്കുകയാണ്. പക്ഷേ സ്വന്തം ജീവിതം അദ്ദേഹം തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്നുമുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം അറപ്പോടും വെറുപ്പോടും വളരെ മോശകരമായ രീതിയിൽ അദ്ദേഹത്തോട് വെള്ളം കൊടുക്കുന്നതിൽ പോലും അദ്ദേഹം അപമാനം നേരിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഒരു വീഡിയോയിൽ. തീർച്ചയായിട്ടും നമുക്കതിലേക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ കാണാനായിട്ട് ദയവായി ഞങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്ത് ഒരു ഷെയറും ഒരു കമൻറ്റെല്ലാം നൽകിയതിന് ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വാവാ സുരേഷിന് ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയിൽ നിന്ന് വരെ നേരിടേണ്ടി വരുന്ന മാനസികമായി തളർത്തുന്ന ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവം ആദ്യമായിട്ടൊന്ന് കാണാം. അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ച് ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ ഒരു പണ്ടും എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതലേ എനിക്കതുണ്ടാകും. അപ്പോൾ അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്കിത് കുടിക്കാൻ വെള്ളം തരുക വെച്ചു. അപ്പോൾ മക്കളെ ഇപ്പോൾ കൊണ്ടാ കുടിക്കാനല്ല വീട്ടിൽ അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്, അതുകൊണ്ട് ചേട്ടാ കുടിക്കല്ല, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം കുപ്പി മഗ്ഗാണെന്ന്. ഞാൻ പിന്നെ കുടിച്ചില്ല, കളഞ്ഞു. അത് ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഒറ്റപ്പെട്ട അനുഭവം ഒന്നുമല്ല, അത്ര സങ്കടത്തോടു കൂടി പറയുകയാണ്. അതും ഒരു സ്കൂളിലെ ഒരു പ്രധാന അധ്യാപികയാണ് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മഗ് കൊണ്ട് അതിലാണ് അദ്ദേഹത്തിന് വെള്ളം കൊടുത്തത്. കാരണം വീട്ടിലുള്ള പാത്രത്തിൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അധ്യാപികക്ക് അറപ്പാണ് പോലും. അദ്ദേഹം രാവിലെ 6 മണിക്ക് പോയതിന് ശേഷം ഉച്ചക്ക് ഏകദേശം മഗ്‌രിബ് സമയത്തോട് അടുപ്പിച്ചിട്ട് സന്ധ്യാസമയത്ത് 6 മണിയോളം പണിയെടുത്തതിന് ശേഷം തളർന്നിട്ട് ഒരു വെള്ളത്തിനായിട്ട് അവിടെ ഇരിക്കുന്ന അദ്ദേഹം ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ കൊണ്ടുകൊടുത്തത് ബാത്റൂമിലെ ഉപയോഗിക്കുന്ന മഗ്ഗിലാണ് പോലും. അത്രത്തോളം നമ്മുടെ കേരള സമൂഹത്തിൽ ചില മനുഷ്യർ അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു പ്രധാന അധ്യാപിക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം അവരുടെ മനസ്സിൽ സ്നേഹവും അതുപോലെ തന്നെ ലാളിത്യവും അതുപോലെ തന്നെ സംസ്കാരവും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എല്ലാം നേടാൻ വേണ്ടി സാധിക്കുകയില്ല എന്നതിൻ്റെ ഏറ്റവും അത്യുത്തമമായ ഒരു ഉദാഹരണമാണ് വാവാ സുരേഷ് നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും ഈ കേൾക്കുമ്പം തന്നെ നമ്മൾക്ക് അതിശയം തോന്നാം. ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ? രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഒരു മതിൽ പൊളിച്ചൊരു മനുഷ്യന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാനുള്ള മാനസികാവസ്ഥ ആ സ്കൂൾ അധ്യാപിക പോലും കാണിച്ചില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് നമ്മുടെ ഒരു സംസ്കാരമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. കേരളം സമ്പന്നമാണ്, കേരളം വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്താണ്, ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനത്താണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരും ജീവിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഓണത്തിന് പായസം കുടിക്കാൻ വേണ്ടി വീട്ടിൽ വിളിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥ. തീർച്ചയായിട്ടും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. നമുക്കത് കാണാം. തിരുവോണത്തിന് എന്നെ വിളിച്ചു, സുരേഷ് ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ. ഞാൻ വരാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് ഇതാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അവിടുത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷിക്കും എല്ലാ തിരുവോണത്തിനും. അപ്പോൾ ഞാൻ കഴിച്ചു, ഞാനവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ചേട്ടാ ഞാൻ വരാം പായസം കുടിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുത്തി, ഞാൻ ഇരുന്നു. ഞാൻ പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ വെറുതെ കഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവർ അകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സെല്ലാം വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കിൽ കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്ന് എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു. എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് വെട്ടിക്കൊണ്ടു ഞാൻ ഡിസ്പോസ് ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഇത് ഈ മേഖലയിൽ. പക്ഷെ അതൊന്നും എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് അതൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് കാണാറില്ല. ഒരുപാട് അനുഭവം പോട്ടെ. ഇത് സ്വന്തം സുഹൃത്തിൽ നിന്നുണ്ടായ ഒരു അനുഭവം നിങ്ങൾ ആലോചിച്ച് നോക്കണം. വീട്ടിൽ 100 കണക്കിന് ക്ലാസ്സുകൾ നിരത്തി വെച്ചിട്ട് അതിലൊരു ക്ലാസ് എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു പായസം കൊടുക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഓണത്തിനും മറ്റ് പരിപാടിക്കൊക്കെ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? അതിഥി ദേവോ ഭവ എന്നാണ്. കാരണം നമ്മുടെ അതിഥികൾ നമ്മൾ തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരുന്ന അവിടെ നമ്മൾ ദൈവതുല്യം അവരെ നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിച്ചിരുത്തി അവരെ സൽക്കരിക്കുകയാണ് വേണ്ടത് എന്ന് പഠിച്ച നമ്മൾ, അതും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയും മക്കളുമാണ് ഈ ഒരു ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 100 കണക്കിന് ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് എടുത്തിട്ട് അദ്ദേഹത്തിന് കുറച്ച് പായസം കൊടുക്കുന്നതിന് പകരം ആ മകനെ അടുത്തുള്ള കടയിലേക്ക് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങിയിട്ട് അതിലാണ് അദ്ദേഹത്തിന് ഒരു തുള്ളി പായസം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ആ ഒരു വിഷമം സഹിക്ക വയ്യാതെ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് അവിടെ എവിടെയും ഉപേക്ഷിച്ചില്ല. അതുപോലും അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടാക്കിയാലോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹം അത് കഴുകിയിട്ട് സ്വന്തം പാൻസിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് പോയ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പൊട്ടിക്കരയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തിരിച്ച് ആ ജോലിയിലേക്ക് പിന്നെ ഒരിക്കലും പോകില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. എന്നിട്ടും ആ ആട്ടും തുപ്പും എല്ലാം കൊണ്ടതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ചില ആൾക്കാരുടെ മനസ്സ് ഇടുങ്ങിയത് കൊണ്ടാവാം, എന്നിട്ടും അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരു പണിയിലേക്ക് പോവുകയാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു ആംബിഷനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്, അത് വലിയൊരു സേവനം കൂടിയാണ് നമ്മുടെ സമൂഹത്തിന് അദ്ദേഹം തരുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രതികരിക്കണം. ഇനി അദ്ദേഹത്തിന് ഇതിൽക്കൊണ്ട് ലക്ഷക്കണക്കിന് വരുമാനമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനും ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ചാനലിൽ നിന്ന് വരുമാനം കിട്ടുന്നു എന്നും സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ വരുമാനം കിട്ടുന്നു, അതുപോലെ തന്നെ വീഡിയോയിൽ നിന്ന് വരുമാനം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കത് കേൾക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ നഷ്ടം എന്ന് പറഞ്ഞാൽ കണക്കുകളില്ല, അത്രയ്ക്ക് നഷ്ടമാണ്. കാരണം വെച്ചാൽ ഞാൻ ഒരു അതിഥിയെ പിടിക്കാൻ പോകുന്ന സമയത്ത് വണ്ടിക്കൂലി ഒരു മുതലാവാറുണ്ട്. പിന്നെ ചെറുപ്പം മുതൽ ഞാൻ ഇതൊരു എന്താ പറയുക ഒരു തമാശയായിട്ടാണ് ആദ്യം തുടങ്ങി, ഒരു കോമഡി. അതൊരു അവനെ കമ്പ്യൂട്ടർ തട്ടി നോക്കി, അത് കുഴപ്പമൊന്നുമില്ല, അത് ചുമ്മാ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ചിരി തോന്നി. നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ കണക്കുകൾ നിരത്താൻ പറ്റാത്തൊരു നഷ്ടമുണ്ട്. കുടുംബത്തിനായിരുന്നു. ഇപ്പോൾ എനിക്കൊരു അമ്മയ്ക്കൊരു അസുഖം വന്നു, എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അച്ഛനിപ്പോൾ ക്യാൻസറായിട്ട് നടന്നിട്ട് എനിക്ക് നോക്കാൻ പോലും പറ്റിയില്ല. ഞാൻ എപ്പോഴും ഇതൊരു ലഹരിയായപ്പോൾ എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് ഇതാണെന്ന് ചിന്തിച്ച് ഇങ്ങനെ കോളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനെ ഞാൻ വേറെ വെളിയിൽ നിന്ന് ആൾക്കാരെ വെച്ച്, സേവനയിൽ നിന്നൊക്കെ ആൾക്കാരെ വെച്ചാണ് അച്ഛനെ നോക്കി. അപ്പോൾ ഇപ്പോൾ അനിയത്തി ട്രീറ്റ്മെൻറ്റിലാണ്. കിഡ്നിയുടെ പ്രശ്നങ്ങൾ, 2 കിഡ്നിയും ഫെയിലിയറായിട്ട് ട്രീറ്റ്മെൻറ്റ്, ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് കുറവുണ്ട്, ഷുഗർ വളരെ കൂടുതലാണ്, കണ്ണിന് കാഴ്ച കുറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ തന്നെ 2 ചേട്ടന്മാർ എനിക്ക് വേറെയുണ്ട്. പക്ഷെ അവർ എന്താണെന്നറിയില്ല, അവരുടെ മനസ്സെങ്ങനെയാണല്ലോ, അവർക്ക് സമയത്തിന് നോക്കാനൊന്നും അവർ സത്യം പറഞ്ഞാൽ ഇത് പറയാൻ പാടില്ല, എന്നാലും വിഷമം കൊണ്ട് പറയുകയാണ്. ഇന്നലെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ നാട്ടിലില്ല. എൻ്റെ അനിയത്തി പെട്ടെന്ന് ദേഹം തളർന്ന് വീണു. പ്രഷർ എന്താ പറയുക, ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്, കിഡ്നി പ്രശ്നമുള്ള പെട്ടെന്ന് തളർന്ന് വീണു. ഇരുന്നിരിപ്പിന് അതിന് അനിയത്തി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 ചേട്ടന്മാരെ മാറി വിളിച്ച്, 2പേരും ഒരാൾ വീട്ടിൽ കെട്ടിൽ കിടന്നുകൊണ്ട് ഫോണെടുത്തിട്ട് പറഞ്ഞ് ഞാൻ ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. നമുക്കറിയാലോ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫാൻ്റെ. അപ്പോൾ അതൊക്കെ മാനസികമായിട്ട് വിഷമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തുറന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, അദ്ദേഹം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ കടമായിട്ടാണ് അദ്ദേഹം ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കടമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അദ്ദേഹം ഇത്തരത്തിൽപ്പെട്ട പരിപാടികൾക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ലോങ്ങുള്ള യാത്രകൾക്ക് ആയിരക്കണക്കിന് രൂപ പെട്രോൾ അടിക്കാൻ തന്നെ വേണ്ടി വരും. പിന്നെ അദ്ദേഹം പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ക്യാമറമാനായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സഹായമായിട്ടും 2 ആളെങ്കിലും ആ വണ്ടിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും.
അതുപോലെ തന്നെ ഇത്തരത്തിൽപ്പെട്ട പരിപാടികൾക്ക് പോകുന്ന സമയത്ത് മറ്റ് അതിലും പാവപ്പെട്ട ആൾക്കാർ, ഇദ്ദേഹം വലിയ മനുഷ്യനാണെന്ന് കരുതി സഹായത്തിന് ഈ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് തങ്ങളുടെ മകളുടെ കല്യാണമാണ്, സഹായിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും എടുത്തു കൊടുക്കാനുണ്ടാവില്ല. അദ്ദേഹം മറ്റാൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് അത്തരത്തിൽപ്പെട്ട സഹായങ്ങൾ ചെയ്യുന്നത്. പറ്റക്കടത്തിലാണ് എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം അച്ഛൻ ക്യാൻസർ വന്ന് മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമോ പണമോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്വന്തം അനുജത്തി ആയാലും അതേ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയാലിസിസ് ചെയ്യുന്ന ഒരവസ്ഥയാണ്, കിഡ്നിക്ക് തകരാറാണ്, ഹൃദയത്തിന് വാൽവിന് തകരാറാണ്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് വാവാ സുരേഷ് എന്ന് പറയുന്ന ഈ മൃഗസ്നേഹിയായ, ഈ പാമ്പിനെ സ്നേഹിയായ, മനുഷ്യസ്നേഹിയായ ഈ മനുഷ്യന് ഈ പാമ്പ് പിടുത്തം കൊണ്ട് ജീവിതത്തിൽ നേടാൻ വേണ്ടി സാധിച്ചത്. എത്ര പേർക്ക് ഇതറിയാമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ അദ്ദേഹം അവസാനമായിട്ട് പറയുന്ന ഒരു സങ്കടകരമായ ഒരു കാര്യമുണ്ട്. കാരണം പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൾക്കാരുള്ളൂ എന്ന് പറയുന്ന ആ ഒരു വാക്യം കൂടി തീർച്ചയായിട്ടും നമുക്ക് കാണാം. അവസാനത്തെ കടി അതല്ല, അതിനുശേഷം വീണ്ടും 3 കടിയുടെ കിട്ടി. ആ 3 കടിയും നല്ല കടികളായിരുന്നു. ഒന്ന് ഇവിടെ ആയിരുന്നു, ഒന്ന് ഇവിടെ ആയിരുന്നു, ഇവിടെ ഇതെങ്ങനെയായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇവിടെയായിരുന്നു ലാസ്റ്റ് കടി. കോട്ടയത്തെ കടി ഇവരെ എല്ലാവർക്കും അറിയാം. അതിനുശേഷം 3 കടി ഉണ്ടായി. ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോഴെനിക്ക് ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞാൽ ഞാൻ വിഷമമൊന്നും എനിക്കില്ല. ഈ കഴിഞ്ഞ അവസാനത്തെ കടി കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ കയ്യിലോ നമ്മുടെ ബാങ്കിലോ അക്കൗണ്ടിൽ പൈസയോ കയ്യിലോ പൈസയോ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ആരും ഉണ്ടാകത്തില്ല. എനിക്ക് ആ ലാസ്റ്റ് കടിയാണ് മനസ്സിലായത്. കാരണം ഞാൻ പറയാൻ കാരണം, ഈ കടിയിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്. ഞാൻ ആരോടും പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടർ, നഴ്സുമാർക്ക്, അടുത്ത സ്റ്റാഫുകളുടെ ബന്ധുക്കൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന റൂമിലാണ് ഞാൻ കിടന്നത്. അപ്പോൾ എനിക്ക് രാവിലെ കഴിക്കാൻ മരുന്നെടുക്കണം. അപ്പോൾ രാവിലെ കാപ്പി കുടിക്കണം. അപ്പോൾ ഞാൻ പലരെയും വിളിക്കും രാവിലെ. അപ്പം ചേട്ടാ ഞാൻ ഇന്നടത്ത് നിൽക്കുകയാണ്, തിരക്കിലാണ്, ഇന്നടത്ത് നിൽക്കുക. അപ്പോൾ ഞാൻ ശല്യപ്പെടുത്താൻ പോയി. അപ്പോൾ ഉച്ചയ്ക്ക് ആരെങ്കിലും വിളിച്ച് ഫുഡ് വാങ്ങിക്കുമ്പോൾ രാവിലത്തെ മെഡിസിൻ കൂടെ ഉച്ചയ്ക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട്. നിങ്ങൾ ആളുകൾ കേൾക്കുന്നത് എന്തോ വലിയ എന്താ പറയുക, വലിയ സംഭവമാണ്, നമുക്കൊക്കെ ഭയങ്കര സാമ്പത്തികമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ജപ്തിയാണ്. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും താമസിക്കുന്ന സ്ഥലം, അച്ഛൻ മരിച്ചു, അമ്മയും അനിയത്തിയും മാത്രമേ വീട്ടിലുള്ളൂ. ആ വീട് 15-20 വർഷങ്ങൾക്ക് മുന്നേ ലോൺ എടുത്ത വീടാണ്. അത് ജപ്തിയാണ്. ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ പിന്നെ മന്ത്രിയൊക്കെ പോയി കണ്ടത് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ആത്യന്തികമായിട്ട് വാവാ സുരേഷ് പറഞ്ഞ തന്നെയാണ് സത്യം. നമ്മുടെ ബാങ്ക് ബാലൻസും അതുപോലെ കയ്യിൽ പൈസയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സുഹൃത്തുക്കൾ തിരിഞ്ഞു നോക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പാമ്പ് കടിയേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലും ഒരു വെള്ളം എടുത്തു തരാൻ, മരുന്ന് എടുത്തു തരാൻ വേണ്ടിയിട്ട് സഹപാഠികളെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ്, പണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഒരുപാട് കടത്തിനടിമയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് പോലും ജപ്തിക്ക് വെച്ചിരിക്കുകയാണ്. മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനം ബാങ്കിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവസാനം ജപ്തി നീട്ടിവെക്കുക മാത്രമാണ് ചെയ്തത്. 2 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും അതും അടച്ചിട്ടില്ലെങ്കിൽ ആ വീട് അദ്ദേഹത്തിന് പോകും. ആ ചോർന്നൊലിക്കുന്ന വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ അമ്മയും സഹോദരിയും താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി സന്നദ്ധാർത്ഥം പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു വാടക റൂമിൽ താമസിച്ചുകൊണ്ട് അവിടെ നിന്ന് വർക്കിന് പോകുന്നത്. കാരണം രാത്രിയും 2 മണിക്കും 3 മണിക്കും എല്ലാം വർക്ക് കഴിഞ്ഞ് വന്നാൽ തീർച്ചയായിട്ടും അമ്മയെയും അതുപോലെ തന്നെ സഹോദരിയെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം വരെ മാറി താമസിക്കുന്നത്. 2 ജ്യേഷ്ഠന്മാർ, 2 ആളും ഈ അമ്മയെയും അതുപോലെ തന്നെ സഹോദരിയെ തിരിഞ്ഞു നോക്കുന്നില്ല. ആ സഹോദരിക്ക് സുഖമില്ലാതായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഫോൺ വിളിച്ച സമയത്ത് പോലും അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഒരുപാട് പേർ നമ്മളെ വീട്ടിലേക്കും അതുപോലെ തന്നെ നാട്ടിലേക്കുമെല്ലാം ഇദ്ദേഹത്തെയൊക്കെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇദ്ദേഹം ഒരു പച്ചയായ ഒരു പാവപ്പെട്ട സാധാരണക്കാരായ ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വൈച്ചെലവിനും മറ്റും നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ കയ്യിലുള്ളതെങ്കിലും അദ്ദേഹത്തിന് കൊടുത്ത് നിങ്ങൾ സഹായിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിനും ജീവിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ലാതെ അദ്ദേഹം ഈ ഫിലിം സ്റ്റാർ പോലെ അത്തരം സ്റ്റാറായി നിങ്ങൾ വീഡിയോയിലൊന്നും കാണുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം മായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഇല്ലായ്മകളിലും അതുപോലെ തന്നെ വേദനകളിലും പങ്കുചേരാൻ നമുക്ക് സാധിക്കണം. അതാണ് മലയാളി. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.